ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തോട്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഈ തോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും നല്ല തോട്ട്സ്, എനിക്കൊരു നല്ല തോട്ട്സ് ഉണ്ട്. ചീത്ത തോട്ട്സ് എന്ന് സൊസൈറ്റി പെർമിറ്റ് ചെയ്യാത്ത ചില തോട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയല്ലേ ചീത്ത തോട്ട്സ്. അതെ. ഇങ്ങനെ പല തോട്ട്സും മനുഷ്യന് വരും. മനുഷ്യനാണോ ഭൂമിയിൽ ജനിച്ചവനാണോ എല്ലാ തരം തോട്ട്സ് വരും. അപ്പം നമ്മൾ ചീത്ത തോട്ട്സ് എന്നോ നല്ല തോട്ട്സ് എന്നോ ഒന്നും അതിന് തിരിക്കണ്ട. അതിനെ അതെ. ലെറ്റ് ഇറ്റ് ഫ്ലോ. നോൺ ജഡ്ജ്മെന്റ്. അതിന് ജഡ്ജ് ചെയ്യണ്ട. കാരണം എന്താ വെച്ചാൽ ഈ തോട്ട്സ് ആരുണ്ടാക്കിയതാ? നമ്മുടെ ശരീരം പോലൊരു സാധനം തന്നെയാണല്ലോ നമ്മുടെ മനസ്സും, അല്ലേ? അതെ. ഈ നമ്മുടെ സ്വന്തം മനസ്സുണ്ടാക്കിയതല്ലേ ഈ തോട്ടും. അത് നമ്മുടെ തന്നെ ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ വിചാരിക്കുക, ചിരിച്ച് കളയുക. അതെ. ബട്ട് ഡോണ്ട് എന്റർടൈൻ ചെയ്യരുത്. ഇവൻ അക്സെപ്റ്റും Accept ചെയ്യണ്ട. അത് അവയർനെസ്, ആ. അക്നോളജ്, അക്സെപ്റ്റ്, ബട്ട് നോൺ ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റിലെ ഞാൻ ചിന്തിച്ചു തെറ്റാണെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. ലെറ്റ് എനിത്തിങ് കം. അത് ഒരു ഈ മഴക്കാലത്ത് ആകാശത്ത് മേഘങ്ങൾ ഇങ്ങനെ പറന്നു പോകില്ലേ, അതെ. അങ്ങനെ അത് വരും. തോട്ട്സ് ഇങ്ങനെ വരും വരും. ഈ സമയത്ത് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തോട്ടാണോ അടുത്ത സമയത്തുള്ളത്? അതെ. അതെ. അതിങ്ങനെ വരും പോകും. അതിനെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരുന്ന് ചിരിക്കുക എന്നുള്ളതല്ലാതെ. ചിലർ പറയുന്നുണ്ട് വേറെ ചില പ്രയോഗം, സ്മൈലിംഗ് അറ്റ് യുവർ തോട്ട്സ്. അതെ. ഈ ജഡ്ജ്മെൻറ്റിലല്ല എന്ന് പറയുമ്പോൾ ദേഷ്യമില്ലാത്ത തോട്ട്സിനെ കാണണമെങ്കിൽ തോട്ട്സിനെ ഓർത്ത് ചിരിക്കാൻ പറ്റണം. അതെ. ഇതാ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പോകണ്ടല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലിംഗ്. അപ്പം അങ്ങനെ തോട്ട്സിൽ കാണണം. അപ്പോൾ നമുക്ക് തോട്ട്സ് പ്രശ്നം ഉണ്ടാവില്ല. തോട്ട്സിൻ്റെ എണ്ണം കുറയുകയും ചെയ്യും. തോട്ട്സിൻ്റെ എണ്ണം കുറയുന്നതാണ് ഏറ്റവും വലിയ ഒരു സുഖം. അത് ശരിക്കും രമണ മഹർഷി, തിരുവണ്ണാമലയിൽ രമണ മഹർഷി ഇവിടെ പ്രയോഗം ഈ തിരുവണ്ണാമലയിൽ ചെന്ന് കഴിഞ്ഞാൽ ചുമ്മാ ഇരുടാ, പുള്ളിയുടെ ഏറ്റവും വലിയ ഉപദേശമാണ് ചുമ്മാ ഇരുടാ. അപ്പോൾ ഇവർ എന്ത് ചുമ്മാ വെച്ചാൽ വെറുതെ ഇരിക്കുക വെച്ചാൽ പുള്ളി പറയുന്നത് ഈ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് പുള്ളി ഇതങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ഏക്കട്ട കാര്യങ്ങളില്ല എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം ഉദ്ദേശിച്ചത്. തോട്ട്സ് വിൽ കം, തോട്ട്സ് വിൽ ഗോ, തോട്ട്സ് വിൽ കം. സെൻഷ്വൽ പ്ലഷേഴ്സ്, ഫിസിക്കൽ പെയിൻ എല്ലാം വരും. അതിങ്ങനെ വരും പോകും. അത് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. യു വിൽ ബി ഹാപ്പി, യു വിൽ ബി ഓക്കെ. നോട്ട് ഹാപ്പി, എല്ലാപ്പോഴും ഹാപ്പി. പക്ഷേ എല്ലാ മൊമെൻറ്റും നമ്മൾ ഹാപ്പി ഒന്നും ആവണമെന്നില്ല കേട്ടോ. ഈ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആവണം എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഒത്തിരി സാഡാവില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. എല്ലാ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുന്ന ഫുൾ ടൈം ഹാപ്പി നോ. ബട്ട് നമുക്കുള്ള ഇമ്പാക്റ്റ് കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പണ്ട് കാലത്ത് ഈ വക പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് ഈ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെയായിരുന്നു പലരും ഈ വക പ്രാക്ടീസ്. ഇപ്പോൾ എല്ലാ ഹിന്ദുയിസത്തിലാണെങ്കിലും പിന്നെ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ഇസ്ലാമിലാണെങ്കിലും പ്രാക്ടീസുകളായിട്ട്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഈ ദലൈലാമയൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ ഇതെല്ലാം അദ്ദേഹം ഡോക്ടേഴ്സും മറ്റുള്ളവരായിട്ട് കണ്ടിട്ടുള്ളത്. അവർ MRI സ്കാൻ, MRI, EG ഇതെല്ലാം എടുത്തിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൂടുകയാണ്. സി ദോസ് ഹു പ്രാക്ടീസ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ദേ ആർ ഗെറ്റിംഗ് വെരി ഹെൽത്തിയർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരികയാണ്. അവർക്ക് ഈ പറയുന്ന സാംക്രമിക രോഗങ്ങൾ പോലും അധികം വരുന്നില്ല. ക്യാൻസറിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പലതുപോലും BP അങ്ങനെയുള്ള പല കാര്യങ്ങൾ പോലെ സൈക്കോസോമാറ്റിക്കായുള്ള പല ഡിസീസായിട്ട് വന്ന് മാറിക്കഴിഞ്ഞു എല്ലാവരും. എൻ്റെ അനുഭവത്തിൽ തന്നെ എൻ്റെ തന്നെ ഏറ്റവും അടുത്തൊരു എൻ്റെ ബന്ധത്തിൽ എൻ്റെ ഒരു പേരക്കുട്ടി തന്നെ കുട്ടിക്കൊരു ഈ ജർമ്മനിയിലാണ് ജനിച്ചത്. അപ്പോൾ അവൻ ആ കോവിഡ് സമയത്തായിരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛനും പുറത്തിറങ്ങാൻ വയ്യ, ജർമ്മനി ബെർലിനിൽ പുറത്തിറങ്ങാൻ വയ്യ. അപ്പോൾ അവർക്ക് വർക്ക് ഫ്രം ഹോമാണ് കോവിഡ് സമയം. ബെർലിൻ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ പുറത്ത് പോകാൻ പറ്റും. അപ്പോൾ അവർ രണ്ടുപേരും ജോലി ചെയ്തതിൻ്റെ സമയത്ത് ഈ കൊച്ചുമോൻ 5 വയസ്സുണ്ട്. 2020 സമയമാണ്. അപ്പോൾ 5 വയസ്സുണ്ട്. അപ്പോൾ കൊച്ചിന് ബോറടിക്കാതിരിക്കാനായിട്ട് ഒരു മൊബൈൽ ഫോൺ 5 വയസ്സുകാരൻ്റെ കൊടുത്തു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ജർമ്മനിയിലാണ് ജീവിക്കുന്നത്. അവിടെ ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. ദിസ് മൊബൈൽ ഫോൺ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെയുണ്ട്. പക്ഷെ 5 വയസ്സുകാരനെ വല്ലാതെ ഇത് ബാധിച്ചു. അവന് മോട്ടോർ ആക്ടിവിറ്റി തന്നെ ഇല്ലാതെയായി. അവനാകെ ചെയ്യാൻ അറിയാവുന്നത് മൊബൈൽ എടുത്ത് ട്രോൾ ചെയ്യാൻ മാത്രം. വേറെ കൊച്ചു പിള്ളേരെ പോലെ കളിക്കണില്ല, മറ്റൊന്നും കളിക്കുന്നില്ല, ഒന്നുമില്ല. ഇടയ്ക്ക് അതിന് ശേഷം കുറേ കാലങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇവർ വലിയ അത്ഭുതം സംഭവിച്ചാൽ ഇവൻ ഇംഗ്ലീഷ് ഭയങ്കര ലാംഗ്വേജാണ്. അക്സെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഇംഗ്ലീഷ് അക്സെൻറ്റിൽ ഭയങ്കരമായിട്ട് സംസാരിക്കും. അപ്പോൾ ഇതെങ്ങനെ പറ്റും? അവൻ ജർമ്മനിൽ ജീവിക്കണം, അവൻ ഒന്നും ഇംഗ്ലീഷ് വീട്ടിൽ സംസാരിക്കണം മലയാളമാണ്. ബിക്കോസ് ഓഫ് ദിസ് കാർട്ടൂൺസ് ആൻഡ് ഓൾ. അപ്പോൾ ഈ കുട്ടിക്ക് ആകെ ഈ ഗാഡ്ജറ്റ്, ഈ മൊബൈൽ മാത്രമായി കുട്ടിയുടെ ഒരു ഏക ഫ്രണ്ട്. അപ്പോൾ വേറൊരു പ്രവൃത്തിയില്ല. അത് കഴിഞ്ഞിട്ട് കളിക്കാൻ പോകുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് ഈ കുട്ടി ചില രോഗങ്ങളിലേക്ക് വരികയും
പിന്നെ ഞാൻ കാനഡയിൽ കൊണ്ടുപോയിട്ട് പ്രയോജനം കിട്ടും. അവർ കേരളത്തിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് ഇവരുടെ ഈ തണ്ണീർമുക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു സ്ഥലത്ത് ട്രീറ്റ് ചെയ്തു. അപ്പോൾ അവർ വേറെ ഇവൻ്റെ ഭക്ഷണം എന്താണ്, ഇവന് കൊക്കക്കോള, ചോക്ലേറ്റ്, ഫ്രഞ്ച് ഫ്രൈസ്, 4 ഐറ്റമേ ഉള്ളൂ. ഫ്രഞ്ച് ഫ്രൈസ്, ഐസ്ക്രീം, ഈ 4 സാധനം കഴിക്കുള്ളൂ. ഇവരിതേ ഉള്ളൂ കഴിക്കണേ. അതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഗട്ടിനെയാണ് ഗട്ടിൽ ട്രീറ്റ് എങ്ങനെയാണ്, രാവിലെ കഞ്ഞി കൊടുക്കും, എഴുന്നേറ്റ് കഴിഞ്ഞാൽ കഞ്ഞിക്കകത്ത് വേറെ ഇന്തുപ്പിട്ട് കൊടുക്കും, ഉപ്പില്ല, ഇന്തുപ്പിട്ട് കൊടുക്കും, വേറെ എന്തെങ്കിലും ഒരു ഇത് വേണം, ഇവൻ കഴിക്കില്ല. ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും, അതിൻ്റെ അകത്ത് നല്ല പപ്പായ കരിഞ്ഞ് അങ്ങനെ കൊടുത്തോളൂ. നാടൻ അരി അവിടെയുള്ളത് നല്ല അവരുടെ പറമ്പിലുണ്ടാക്കുന്ന സാധനങ്ങൾ, അവരുടെ പറമ്പിൽ കിട്ടുന്ന ചേമ്പ് ചേനയൊക്കെ എടുത്തുള്ള കറികൾ. രാത്രി മാത്രം ഒരു ഇഡലിയും എന്തെങ്കിലും, അതൊരു ചേഞ്ചുള്ളൂ, ബാക്കിയൊക്കെ ഇതാണ്. ഈ കുട്ടി 4 ദിവസം ഭക്ഷണം കഴിച്ചില്ല, 4 ദിവസം ഭക്ഷണം കഴിച്ചില്ല. കാരണം ഇവന് ഇത് കഴിക്കാൻ പറ്റില്ല, ഇവന് അറിയില്ലല്ലോ കഴിക്കാൻ. 5-ാം ദിവസം ഈ പച്ചച്ചോറ് ആർത്തി പിടിച്ച് കഴിക്കുക. ഇപ്പോഴത്തെ ജീവിതം, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. പല കുട്ടികൾ ഇങ്ങനെയുള്ള രീതികളിൽ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പല കുട്ടികൾക്കും ഓട്ടിസം വരുന്നുണ്ട്. വിർച്വൽ ഓട്ടിസം എന്നാണ് ഇപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു സ്റ്റഡിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ്. വിർച്വൽ ഓട്ടിസം എന്താ? വിർച്വൽ ഓട്ടിസം ക്രിയേറ്റഡ് ബൈ ഈ മാതിരിയുള്ള മൊബൈൽ ഉപയോഗിക്കുന്ന ഡിസ്ട്രാക്ഷൻ. ഈ മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വേറൊന്നും ഇല്ലാതെ കുട്ടി റിയൽ അല്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് മാത്രമല്ല ഈ കുട്ടിക്ക് ആകെ വർക്കൗട്ട് ചെയ്യുന്നത് ബ്രെയിൻ മാത്രമാണ്. ഒരു മനുഷ്യനെ, ഒരു കുട്ടിക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ മണ്ണിൽ കിടക്കണം, ഓടി നടക്കണം, കളി ഒന്നും ഇല്ലാതെ ആകെപ്പാട് ബ്രെയിൻ വർക്ക് ചെയ്ത് കുട്ടിയെ വല്ലാത്ത രൂപത്തിലാക്കി. അപ്പോൾ ഈ കുട്ടിക്ക് സംഭവിച്ചത് വേറെ ചില കാര്യങ്ങളാണ്, പക്ഷേ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിരുന്നു. പിന്നെ ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റരുത്. അങ്ങനെ ഇവനെ നാട്ടിൽ കൊണ്ടുവരിക, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് 21-ാം ദിവസം അവന് ഉണ്ടായിരുന്ന ഒരു മെയിൻ അസുഖം ഉണ്ടായിരുന്നു, അത് മാറി. അതിനുശേഷം ഇവൻ ഹൈപ്പർ ആക്റ്റീവായി കഴിഞ്ഞാൽ അവൻ ഒരു വർഷം 1.5 വർഷത്തോളം ഞാനും എൻ്റെ വൈഫും കൂടെ വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചിട്ട് ഇവനെ ഒരു സ്കൂളിൽ തന്നെ, ആ സ്കൂളിലെല്ലാം തെറാപ്പി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ആദ്യം ഒരു ക്ലാസ്സിൽ തന്നെ ഇരിക്കാനായിട്ട് 10 മിനിറ്റ് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാത്ത കുട്ടി അവസാനം വൈകുന്നേരം 4 മണി വരെ ക്ലാസ്സിൽ ഇരിക്കും. വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ സുമി സിറീഖ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ സ്വിമ്മറിൻ്റെ അവിടെ ചങ്ങനാശ്ശേരിയിൽ അവരുടെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ട് 1.5 മണിക്കൂർ വെള്ളത്തിൽ കിടത്തും. ഹീസ് ഇൻ ദ വാട്ടർ സ്വിമ്മിങ്. പഠിക്കാനൊക്കെ വളരെ വിഷമിച്ച് സ്വിമ്മ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ചില നേരം ഫുട്ബോൾ കളിപ്പിക്കും. വൈകുന്നേരം ഒരു ചെറിയ ട്യൂഷൻ 7 തൊട്ട് 8 വരെ. ഇത്രയും വരെ സഹിക്കാൻ അവൻ പറ്റി. പക്ഷേ അവന് ഓരോന്നും ചെയ്ത് പിന്നെ അതിന് ധാരാളമായിട്ട് മ്യൂസിക്, ഇൻസ്ട്രുമെൻറ്റ്സ്, പാട്ട് പാടാൻ ഇങ്ങനെയുള്ളതിലൊക്കെ ടാലൻറ്റ് തോന്നും. അവർ പഠിപ്പിച്ച സ്കൂളിൽ യോഗ പഠിപ്പിക്കുമായിരുന്നു. ശ്ലോകങ്ങൾ പഠിക്കും, സാൻസ്ക്രിറ്റ് ഇവൻ അത്യാവശ്യം പഠിച്ചു. അപ്പോൾ ഈ കുട്ടി ഇപ്പോൾ എല്ലാ അസുഖവും മാറിയിട്ട് ഹി ഹാസ് ഗോൺ ബാക്ക്. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ പരിചയമുള്ള പല ആൾക്കാരെയും അവിടെ കൊണ്ടുവരും, ഇതേ ട്രീറ്റ്മെൻറ്റ് നടത്തി അവർക്കൊക്കെ വളരെ വലിയ ഗുണം കിട്ടിയിട്ടുണ്ട്. വിർച്വൽ ഓട്ടിസം, വിർച്വൽ എപ്പിലെപ്സി, ഇങ്ങനെയൊക്കെയുള്ള പല രോഗങ്ങൾ ഈ ലൈഫ് സ്റ്റൈലുകളിൽ നിന്ന് വരികയാണ്. ഇതെല്ലാം ഈ ക്രമമില്ലാത്ത ഈ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവരെല്ലാം മാറ്റാൻ ഈ മൈൻഡ്ഫുൾനെസ്സിനെ കൊണ്ട് സാധിക്കും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഈ സ്ക്രോളിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് വലിയ ആളുകൾക്കും ധാരാളമുണ്ട്. അത് സ്ക്രോളിംഗ് സിൻഡ്രോം എന്ന് മാത്രമല്ല, ഇടയ്ക്ക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ മൊബൈലിലേക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടോ, ഇമെയിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ടോ, എൻ്റെ പോസ്റ്റ് എത്ര പേര് ലൈക്ക് ചെയ്തു. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷനാണ് മനുഷ്യനെ സ്വന്തം ലക്ഷ്യത്തിൽ നിന്നും ഇവൻ ആരോഗ്യത്തിൽ നിന്നും അകലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ബിൽഗേറ്റ്സ് പോലത്തെ ആൾക്കാർ, മൈക്രോസോഫ്റ്റ്, അവരുടെ കുട്ടികൾക്ക് അവർ കൊടുക്കില്ല. അതെ, അവർ ദിവസം 10 മിനിറ്റ്സ് മോർണിംഗ്, 10 മിനിറ്റ്സ് ഇൻ ദ ഈവനിങ് ഒക്കെ പറയുന്നത്. ആസ്ട്രേലിയയിൽ 14 ഇയേഴ്സ് കഴിഞ്ഞാൽ മാത്രമേ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് നിയമമായിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നമ്മുടെ ഹോളിവുഡിലെ ഒരു ആക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് അക്ഷയ് കുമാർ. യെസ്, അദ്ദേഹം 20 മിനിറ്റ് ഒരു ദിവസം മൊബൈൽ നോക്കുള്ളൂ പോലും. ബാക്കിയുള്ള സമയങ്ങൾ പുള്ളി പന്ത് കളിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ഇത് കാര്യങ്ങളെല്ലാം ഇതെല്ലാം പറഞ്ഞു വന്നത് ഇതുമായിട്ട് കൂട്ടി കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫാസ്റ്റ് ലൈഫിലേക്ക് പോകുന്നതും സൈലൻറ്റ് ലൈഫിലേക്ക്, മറ്റേ സാധാരണ ലൈഫിലേക്ക്, സാധാരണ പഴയ നമ്മുടെ നാടൻ ലൈഫിലേക്ക് വരുമ്പോൾ എല്ലാ ഇഷ്യൂസും തീരുകയാണ്. ഈ മാതിരിയുള്ള ഡിസീസസിൻ്റെ ഒക്കെ കാരണം ഇത് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഉദാഹരണമായിട്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ തന്നെ മൈൻഡ്ഫുൾ പ്രാക്ടീസ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന പല വലിയ CEO-മാരുണ്ട്, സ്പോർട്സ്. അപ്പോൾ ഇത് തന്നെ വെയ്നർ, നമ്മുടെ ലിങ്ക്ഡിൻ്റെ 600 മില്യൺ മെമ്പേഴ്സുള്ളതാണ് ലിങ്ക്ഡിൻ. അദ്ദേഹം നന്നായിട്ട് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത ആളാണ്. അതുപോലെ ഹ്യൂ ജാക്ക്മാൻ, അദ്ദേഹം ഒരു
വലിയ ഇതാണ്. അത് ആക്ഷൻ ഹീറോ ആണ്. ബട്ട് ഹീസ് മോർ ഇൻ ടു ദിസ് മൈൻഡ്ഫുൾനെസ്. ലേഡി ഗാഗ സിംഗർ, അവരൊത്തിരി ജീവിതകാലത്ത് വളരെയധികം സെക്ഷുവലായിട്ടുള്ള പല അബ്യൂസുകളും കരുതിട്ട് അവർക്കെന്തോ വലിയ രോഗമുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കരമായ രോഗം വരുമ്പോൾ ഷീ മെഡിറ്റേറ്റ്സ്. പെയിൻ കില്ലർ. ഷീ ടെൽസ് വെൻ ബിഗ് പെയിൻ കംസ് ഐ മെഡിറ്റേറ്റ് ആൻഡ് ദ പെയിൻ ഈസ് ഗോൺ. അദ്ദേഹം അവരുടെ ഒരു ഭയങ്കര ഫേമസ് വാക്കാണ് അവർ. അതുപോലെ നമ്മുടെ ഓപ്ര വിൻഫ്രി ഇപ്പോഴത്തെ ഹെൽത്തിനെ പറ്റിയും വെൽനെസ്സിനെ പറ്റിയും എല്ലാം നന്നായിട്ട് സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരാളാണ്. അവർക്ക് എക്കാർട്ട് ജർമ്മൻ, അദ്ദേഹമാണ് അവരുടെ ഗുരു. നമ്മുടെ ദീപക് ചോപ്രയും അവരുടെ ഗുരുവാണ്. അപ്പോൾ അവരെല്ലാം ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുകയും അവർ എത്രമാത്രമാണ് അവർക്കൊക്കെ ഫോളോവേഴ്സ് ഉള്ളത്. അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ ഇതുപോലെ അല്ല, ഇപ്പം ഇതിനെല്ലാം വലിയ വെസ്റ്റേൺ കൺട്രീസിൽ വലിയ അംഗീകാരം ഇതിന് കിട്ടിയിട്ടുണ്ട് ഈ പ്രാക്ടീസിന്. പലപ്പോഴും മൈൻഡ്ഫുൾനെസ് അല്ല, ഇപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ, ധ്യാനമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ നാമങ്ങൾ ജപിക്കുക എന്ന് പറയുമ്പോഴൊക്കെ അത് മതവുമായി കൂട്ടിക്കലർത്താണ് പലരും. പക്ഷെ അതുകൊണ്ടാണ് ജോൺ കബാൻസെന്ന് ദ ഫാദർ ഓഫ് സെക്യുലർ മൈൻഡ്ഫുൾനെസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും ഈ മതത്തിൻ്റെ, ഇപ്പോൾ ബുദ്ധമതം അതല്ലെങ്കിൽ ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ടാണ് ഈ പല ധ്യാനങ്ങളും ചിന്തകളും എല്ലാം പറയാറുള്ളതെങ്കിലും അതിനെ മതത്തിൽ നിന്ന് മാറ്റി മനുഷ്യന് ഡെലിവറൻസ് കിട്ടാൻ വേണ്ട ഒരു ആയുധമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് ലോകത്തിനെ പഠിപ്പിച്ചതാണ് പോൾ കബാൻസ്. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ പുസ്തകമാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫുൾ കാറ്റാസ്ട്രോഫിക് ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് പറയുന്നത് ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ, കാറ്റാസ്ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ കാറ്റാസ്ട്രോഫിക്കൽ വന്നു കഴിഞ്ഞാൽ, വേർസ്റ്റ് കേസ് വന്നാലും നമുക്കതിനെ നേടുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ജീവിതത്തിൽ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ, കാരണം നമുക്ക് യഥാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ സന്തോഷമുള്ള മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒത്തിരി പരാജയങ്ങൾ നേരിട്ട, അവമാനങ്ങൾ നേരിട്ട ആളുകൾ മാത്രമേ ലോകത്തിലുള്ളൂ. നമുക്ക് ആരെയും പറയാൻ കഴിയില്ല. മഹാത്മാഗാന്ധിയോ മാർട്ടിൻ ലൂതർ കിങ്ങോ എബ്രഹാം ലിങ്കണോ എല്ലാവരും ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, പരാജയം കടന്നു പോയിട്ടുണ്ട്, ആരും അറിയാതെ കരഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം അവരെ പിടിച്ചു നിർത്താൻ സാധിച്ചത് ഈ പറയുന്ന പ്രസൻസ് ഓഫ് മൈൻഡ്ഫുൾനെസ്. പിന്നെ എബ്രഹാം ലിങ്കനെ കുറിച്ച് പറയാറുണ്ട്. എബ്രഹാം ലിങ്കൻ കുറേ നാളത്തെ ധീരപ്രയത്നത്തിന് ശേഷം അദ്ദേഹം പ്രസിഡൻ്റായി ചാർജിൽ സംസാരിക്കുമ്പോൾ ഒരാൾ പറയുകയാണ്, കൈ ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ അപ്പൻ ഉണ്ടാക്കിയ ചെരുപ്പാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിൻ്റെ അപ്പൻ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു എന്നുള്ള വാക്കായിരുന്നു. അദ്ദേഹം പ്രസൻസ് ഓഫ് മൈൻഡ് കൈവിട്ടില്ല. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ അപ്പൻ ഉണ്ടാക്കിയ ചെരുപ്പാണെങ്കിൽ അത് ഏറ്റവും മനോഹരമായ ചെരുപ്പായിരിക്കും, ഒന്ന് ആ ചെരുപ്പ് കൊണ്ടുവരും, ഞാൻ അത് കയ്യിലെടുക്കട്ടെ, ഒന്ന് കാണട്ടെ. ആ ശത്രുവായാൽ കളിയാക്കിയാൽ അന്ന് മുതൽ എബ്രഹാം ലിങ്കൻ്റെ ഉറ്റ സുഹൃത്തായി മാറി. അതാണ് പവർ ഓഫ് മൈൻഡ്ഫുൾനെസ്, ദ സ്പേസ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റിയാക്ഷൻ. ആ ഒരു ഗ്യാപ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ ഒരു ഗ്യാപ്പ് നമുക്കൊന്ന് പോസ് ചെയ്യാൻ സാധിച്ചാൽ പല ദുരന്തങ്ങളും ഒഴിവാക്കാം, പല ബന്ധങ്ങളും നിലനിർത്താൻ സാധിക്കും, പലരെ കൊല്ലുന്ന ഒഴിവാക്കാൻ സാധിക്കും, പല മോശമായ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തു പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും, സ്ട്രെസ് ഒഴിവാക്കാൻ സാധിക്കും, ടെൻഷൻ ഒഴിവാക്കാൻ സാധിക്കും, ആങ്സൈറ്റി ഒഴിവാക്കാൻ സാധിക്കും. അതിനുണ്ടാകുന്ന നേട്ടം എന്താണ്? രോഗങ്ങളില്ലാത്ത ജീവിതം, അതല്ലെങ്കിൽ സക്സസ് ആയ ജീവിതം, റിച്ചായ ജീവിതം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഇദ്ദേഹം സാറ് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ഈ പല വലിയ മഹാന്മാർ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ബുദ്ധൻ പറഞ്ഞത് അത് തന്നെയാണ്. ബുദ്ധൻ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം സഫറിങ് ആണ്. ഹ്യൂമൻ ലൈഫ് ഈസ് സഫറിങ്. അത് ആരാണെന്നൊന്നുമില്ല, ആര് ഈ ഭൂമിയിൽ ജനിച്ച് വീണോ, ഹി ഹാസ് ടു സഫർ. അത് ഗാന്ധിജി ആയിക്കോട്ടെ, മാർട്ടിൻ ലൂതർ കിങ് ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, രാജീവ് ഗാന്ധി ആയിക്കോട്ടെ, ഇപ്പോൾ ഉള്ള വലിയ നേതാക്കന്മാരായിക്കോട്ടെ, അവരെല്ലാം സഫറിങ്സ് ഒത്തിരി അവർക്ക് വരുന്നുണ്ട്. അവർക്ക് അത് ഒരു ഫാക്റ്റാണ്. സഫറിങ്സ് ഈസ് ദർ. സാധാരണ എല്ലാ മനുഷ്യരും സഫർ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന എല്ലാം തെളിഞ്ഞ് കാണുന്ന പലരും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കരയുന്ന വ്യക്തിത്വങ്ങളാണ് മനസ്സിലാകാത്തത്. അതുപോലെ ഇംപെർമനൻസ്, ഒരു കാര്യത്തിൽ സ്ഥിരതയില്ല. ഇന്നലെ നമ്മുടെ വലിയ സുഹൃത്തായി നടന്നവർ ഇന്ന് കണ്ട തിരിഞ്ഞു നോക്കില്ല, സംസാരിക്കില്ല. എങ്ങനെ എത്ര ഒരു കാലത്ത് ഏറ്റവും ധനികനായിട്ട് നടന്നവൻ ഇന്നിപ്പോൾ ആരുമില്ലാതെ ഇതായിട്ട് നടക്കുന്ന എത്രയോ അവസ്ഥകൾ. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ ഒരു സാധനം, ഇതൊരു സത്യമാണ്. പക്ഷെ ഇതിനെ അതിജീവിക്കാൻ നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ നമുക്ക് ഈ ഒരു സാധനം ഗുണം ചെയ്യും. അതാണ് ആ ബുദ്ധൻ തന്നെ കൊടുത്താണല്ലോ ഇത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബുദ്ധനാണ് അതിന് ശരിയായ രീതിയിലുള്ളൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള കാര്യം തുടങ്ങിയത്. ഗീതയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതയിൽ കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന,
ഗീതയിൽ അർജുനോട് കർമ്മമില്ലാതെ ഫലമില്ല. അല്ല, നീ കർമ്മം ചെയ്യാം, ഫലം ആഗ്രഹിക്കും. നിഷ്കാമ കർമ്മം അല്ലേ? നിഷ്കാമ കർമ്മം, സകാമ കർമ്മം. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കേണ്ടതെന്നാണ് പറയണത്. യു ഡു യുവർ ജോബ് നൗ, സീ ദ റിസൾട്ട് ഈസ് സംതിങ് എൽസ്. അത് നമുക്ക് കിട്ടാതിരിക്കാം. അത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ നിൻ്റെ വർക്ക് എടുക്കില്ല. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന് പറഞ്ഞ് മാത്രം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതിന് ചിലപ്പോൾ പഠിക്കാൻ പോലും പറ്റാതിരിക്കും. ഫസ്റ്റ് റാങ്കിലായിരിക്കും എൻ്റെ ശ്രദ്ധ. ഒരു ബാറ്റ്സ്മാൻ, ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ഈ റെക്കോർഡ് സെഞ്ചുറി അടിക്കണമെന്നും പറഞ്ഞിട്ട് അവൻ കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 റൺസ് പോലും അടിച്ചില്ലാതിരിക്കും. അതേസമയം അവൻ വരുന്ന ഓരോ ബോളും കൃത്യമായി ഓരോ ബോൾ ബൈ ബോൾ ലെവലിലെടുത്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പക്ഷേ അയാൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് ഗോൾ സെറ്റ് ചെയ്യുക. ഗോൾ സെറ്റ് ചെയ്ത ശേഷം ഗോളിനെ മറക്കുക. പ്രോസസ്സ് എന്താണ്? ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കാണ് വിജയിക്കാൻ സാധിക്കും. അതാണ് മൈൻഡ്ഫുൾനെസ്. അതുകൊണ്ടാണ് കർമ്മണ്യേവാധികാരസ്ഥ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു ബേസിക്. ബുദ്ധൻ പറഞ്ഞതിന് അവസാനത്തെ കാര്യമാണ് ധർമ്മ. മൈൻഡ്ഫുൾനെസ്സിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ധർമ്മം. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങൾക്ക് മൈൻഡ്ഫുൾ ആകാൻ സാധിക്കുന്നുണ്ടോ? ആ കർമ്മം പോസിറ്റീവായ കർമ്മമാണോ? മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു 4 പില്ലറുകളിൽ ഒന്നാണത്. ഒന്നാമത്താണ് ബോഡി, മനസ്സിൻ്റെ, നമ്മുടെ ശരീരം എങ്ങനെയാണ്. അപ്പോൾ അതിന് നമ്മൾ പൊതുവേ മൈൻഡ്ഫുൾനെസ് ഉപയോഗിക്കുന്നതാണ് ബോഡി സ്കാൻ. നമ്മൾ അത് പൊതുവേ മെഡിറ്റേഷനിൽ ധ്യാനത്തിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ കസരയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും സ്കാൻ ചെയ്യുക. നമ്മുടെ തലമുടി മുതൽ കാൽപാദം വരെ എല്ലാ അവയവങ്ങളെയും അത് നാം എക്സ്പീരിയൻസ് ചെയ്യുന്നതായി. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഈ അവയവങ്ങളെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ചെവി ഉണ്ടെങ്കിൽ ചെവി കേൾക്കാൻ സാധിച്ചുവെന്നും കണ്ണുണ്ടെങ്കിൽ കണ്ണ് കാണാൻ സാധിച്ചുവെന്നും കാലുണ്ടെങ്കിൽ നടക്കാൻ സാധിച്ചുവെന്നും നാം ചിന്തിച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡോടെ ഇവയെ ഒരു തളർത്തി സ്ലീപ്പിംഗ് മെഡിറ്റേഷനിലേക്ക് പോകുന്ന ഒന്ന്. രണ്ടാമത് ടാപ്പിംഗ് എക്സസൈസ് എന്ന് പറയുന്നത് വളരെ സെൻസിങ്. ഈ സെൻസ്, കാരണം ടച്ച് എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ മാതാപിതാക്കൾ നാം ജനിച്ചപ്പോൾ തന്നെ നമ്മെ ആരോ ടച്ച് ചെയ്താണ് നാം ഭൂമിയിലേക്ക് വന്നത്. ടച്ച് മനുഷ്യന് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ഈ ടാപ്പിംഗ് എക്സസൈസിലൂടെ പൊതുവെ പറയുന്ന കാര്യമാണ്. അതിന് ഈ മനുഷ്യന് പല അക്യുപഞ്ചർ പോയിൻറ്റ്സ് ഉണ്ട്, പ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പ്രഷറിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം സ്ട്രെസ് റിലീസ് ചെയ്യാനും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നു പറയും. അപ്പോൾ പൊതുവെ പറയുന്നതാണ്, അപ്പോൾ നമ്മുടെ തലയിൽ ഏറ്റവും ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്യാം, ഇങ്ങനെ കൈ ചെവിയോടെ വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യാം. രണ്ടാമത് നമുക്ക് കണ്ണിൻ്റെ ഐബ്രോസിന് മേളിൽ നമുക്കിവിടെ ടാപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യാം. അതുപോലെ ഹൃദയത്തിന് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ ഐബ്രോസ് താഴെയുള്ള ഈ ബോൺസിൽ നമുക്ക് മസാജ് ചെയ്യാം. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ചെവിയുടെ ഇവിടെയും ചെയ്യാം. പിന്നെ ഇവിടെ ഒരു പ്രഷർ പോയിൻ്റ് ഉണ്ട്, ഇവിടെ ചെയ്യാം. പിന്നെ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ ചെയ്യാൻ സാധിക്കും, പിന്നെ ഇവിടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ടാപ്പിംഗ് അക്യുപഞ്ചർ പ്രഷർ പോയിൻറ്റ്സ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ബോഡി അത് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ സാധിക്കും. അത് ബോഡി സ്കാൻ അല്ലെങ്കിൽ ടാപ്പിംഗ്. അപ്പോൾ ഈ മെഡിറ്റേഷൻ, ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതാണല്ലോ, എങ്ങനെ മൈൻഡ്ഫുള്ളായി മെഡിറ്റേറ്റ് ചെയ്യാം. അതുവഴി മനസ്സിനെ എങ്ങനെ നമുക്ക് കേജ് ദ മങ്കി എന്ന് പറയും, ഓടിപ്പോകുന്ന അല്ലെങ്കിൽ ചാടിപ്പോകുന്ന കുരങ്ങിനെ തിരിച്ച് കൂട്ടിലടയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ വരുത്തുന്ന ബോഡി സ്കാൻ. ഇതിൽ തന്നെ ഗീതയിൽ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ മനസ്സിൻ്റെ ചഞ്ചലത്വം പറഞ്ഞുകൊണ്ട് പറയാം. ഈ അർജുനൻ പറയുന്നുണ്ട്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ പല തോട്ട്സ് വരുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് കൃഷ്ണൻ പറയാണ്, അസംശയം മഹാബാഹോ നിർഗ്രഹണം ചലം അഭ്യാസേനത് കൗന്ദയ വൈരാഗ്യേണത് ഗൃഹ്യത. അഭ്യാസം കൊണ്ട് ഇത് മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പർവ്വതത്തെ പിടിച്ചു മാറ്റുന്നതിന് തുല്യമാണ്. അത്രമാത്രമാണ് മനസ്സിൻ്റെ പ്രശ്നം. മനസ്സാണ് എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ അത് അഭ്യാസേനത് കൗന്ദയ, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഡിറ്റാച്ച്മെൻറ്റ്. അതായത് നമ്മൾ നമ്മുടെ എന്താ പറയുക, ഫ്യൂച്ചറിനെ പറ്റി കൂടുതൽ ആകാംക്ഷയായിട്ടിരിക്കാതെ അത് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കാൻ ആണ് അതിലും പറയുന്നത്. അതൊരു സൈക്കോളജിസ്റ്റ് തന്നെ. ഈ സൈക്കോളജി ഇപ്പോൾ ധാരാളം സൈക്കോളജി തന്നെ സ്പോർട്സ് സൈക്കോളജിസ്റ്റ്. അതെ, ഇപ്പോൾ നമ്മുടെ സ്പോർട്സ് സൈക്കോളജിസ്റ്റുകൾ ധാരാളമായിട്ട് കളികൾ, നമ്മുടെ സ്പോർട്സിൽ ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ വേൾഡ് ചാമ്പ്യൻ ടെന്നീസിൻ്റെ ജോക്കോവിച്ച് നല്ല രീതിയിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഓരോ മൊമെൻറ്റും എന്താണ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ സെറീന വില്യംസ് വേറെ ഒരു ഇതാണ്. ധാരാളം NBA പ്ലേയേഴ്സ്, അമേരിക്കയിലെ NBA, വോളിബോൾ, ബാഡ്മിൻ്റൺ എല്ലാവരും പ്ലേയേഴ്സ്, അവരെല്ലാം നന്നായിട്ട് പൈസ കിട്ടും. ഈവൻ നമ്മുടെ വിരാട് കോഹ്ലി നന്നായിട്ട് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അഗ്രസീവായിട്ടൊക്കെ നിൽക്കാൻ പറ്റും. ഈ മൊമെൻറ്റാണ് അയാളുടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അയാളുടെ കളികളിലൊക്കെ ശ്രദ്ധിച്ചാൽ അയാൾ വേറെ റിസൾട്ട്സിനൊന്നും അയാൾ ശ്രദ്ധിക്കുന്നില്ല. കളി നന്നായിട്ട് ആ ഓരോ നിമിഷത്തിൽ അയാൾ പ്രതികരിച്ച് അങ്ങ് പോവുക.
ഫിലിം സ്റ്റാർസിലെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ധാരാളം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോളിവുഡിൻ്റെ പറഞ്ഞു, ഇവിടെ ഇന്ത്യ തന്നെയാണെങ്കിൽ രജനീകാന്ത് അദ്ദേഹം വലിയ അതായത് പ്രത്യേക ഒരു യോഗ ഉണ്ടല്ലോ യോഗ, ക്രിയായോഗ ക്രിയായോഗ. ഒരു യോഗയാണ് അദ്ദേഹം പ്രാക്ടീസ്. നമ്മുടെ കേരളത്തിൽ തന്നെ മോഹൻലാലും ഒക്കെ ഈ മെഡിറ്റേഷൻ, അദ്ദേഹം ഓഷോ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ വളരെയധികം വിജയിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കാണുന്നുണ്ട്. ഈ പല മതങ്ങളിലും ക്രിസ്ത്യമതം, ക്രിസ്തുമതം, ഹിന്ദുമതം, മുസ്ലിം, ബുദ്ധ ഇതെല്ലാത്തിലും ഒരേപോലെ പറയുന്ന ഒന്നാണ്. അതിനെ ചിലപ്പോൾ ധ്യാനമെന്നായിരിക്കാം പറയുന്നത്. ഇപ്പോൾ ബൈബിളിൽ സങ്കീർത്തന പുസ്തകങ്ങൾ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ജീസസ് ക്രൈസ്റ്റ് പല സമയങ്ങളിൽ മലയിൽ പോയി തനിയിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏലിയ പ്രവാചകൻ, എലീശ പ്രവാചകൻ ഇവരൊക്കെ ധ്യാനിക്കാനായിട്ട് പോയതായി പറയുന്നുണ്ട്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പറയുന്നുണ്ട്, ആകാശത്തിലെ പറവിയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. വയലിലെ താമരയെ നോക്കുവിൻ, അവ പുഷ്പിക്കുന്നു, അവ വളരുന്നു. നിങ്ങൾ മനുഷ്യർ എന്തിന് ആകുലപ്പെടണം? എനിക്ക് അന്നത്തേക്കുള്ള അന്നം അന്നു തരണം വേണമെന്ന്. അതാ ഡെയിലി ആ മൊമെൻറ്റ് ടു മൊമെൻറ്റ് തന്നെയാണ്. അന്നത്തെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഡോണ്ട് തിങ്ക് ഓഫ് ദി ഫ്യൂച്ചർ, ഡോണ്ട് തിങ്ക് ഓഫ് ദി പാസ്റ്റ്. അന്നത്തെ കാര്യം നല്ലല്ലേ. അപ്പോൾ അതിനകത്ത് പിന്നെ പറയുന്നത് കവലപ്പെടാതെ, തമിഴിലല്ല വേറൊരു വാക്കില്ലേ, ഭയപ്പെടാതിരിക്കും, ഭയപ്പെടാതിരിക്കും, ഞാൻ നിന്നോട് കൂടെ. ഞാൻ നിന്നോട് കൂടെ. അപ്പോൾ അതിനകത്ത് അവിടെയും പറയുന്നത് ആ ഒരു കോൺഫിഡൻസ് കൊടുക്കണം. അതിനകത്ത് ഈ ഞാൻ നിന്നോട് കൂടുകയെന്ന് പറയുന്ന വാക്കിൽ നമുക്ക് പഴയ നിയമത്തിലേക്ക് പോയാൽ ഈ യഹോവയായ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഐ ആം ദാറ്റ് ഐ ആം. അപ്പോൾ ആ വാക്കെടുത്താൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം അതിനുള്ള സൊല്യൂഷൻ നിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു വാക്കാണ്. അപ്പോൾ അതിനകത്ത് രണ്ടാമത്തൊരു ഫിലിപ്പിയർ എന്ന് പറയുന്നൊരു സഭയ്ക്ക് സെയിൻറ്റ് പോൾ എഴുതുന്നൊരു ലേഖനമുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നതാണ്, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും നന്ദി കരയേറ്റുക അത്രേ വേണ്ടത്. അപ്പോൾ ഈ ഗ്രേറ്റ്ഫുൾനെസ് ഓർ താങ്ക്ഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. കൈൻഡ്നെസ് എന്ന് പറയുന്ന പോലെ ഓരോ കാര്യത്തിനും നന്ദി പറയാൻ സാധിക്കുക. ഇപ്പോൾ എനിക്ക് കുഞ്ഞു മോളുണ്ട്, 4 വയസ്സായ മോള് പലപ്പോഴും ഭക്ഷണം കഴിക്കാനായിട്ട് വാശി പിടിക്കും. അപ്പം ഞങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ കുടിക്കുന്ന പാല്, നീ കുടിക്കുന്ന ഗ്ലാസ്, നീ കഴിക്കുന്ന പഞ്ചസാര, നീ അതിനകത്തിടുന്ന ബൂസ്റ്റ് അല്ലെങ്കിൽ പൗഡർ, ഇതൊന്നും കാണാൻ പോലും കഴിയാത്ത ധാരാളം ആളുകൾ ലോകത്തുണ്ട്. അപ്പോൾ ഓരോന്നിനെയും എണ്ണി ബിറ്റ് ബൈ ബിറ്റ്. ഇപ്പോൾ ഒരു ചോറുണ്ടെന്നയാൾ എത്രയോ കർഷകൻ്റെ വേർപ്പിൻ്റെ ഫലമാണ് ഒരു നുള്ള അരി, ഒരു മണി അരി. അത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രൊഫൗണ്ടായിട്ടുള്ള ജോയ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. പല ആളുകൾക്കും ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല, ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് മനുഷ്യൻ 99% 99 സ്വർണ്ണ നാണയമുള്ളവൻ ഒരു നാണയം കൂടി കൂട്ടി 100 ആക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇല്ലാത്തതിലേക്ക് നോക്കുന്ന 90% സമയം നെഗറ്റീവ് ചിന്തിക്കുന്ന സമൂഹത്തിൽ മൈൻഡ്ഫുൾനെസ് റെവല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വലിയ നല്ലൊരു പ്രാക്ടീസാണ്. ഇനി രണ്ടാമത് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് എന്താണ്? ജേർണലിങ്. നമ്മുടെ ചിന്തകളെ ഒന്ന് എഴുതാൻ സാധിക്കുമോ? അപ്പോൾ ഇത് പല സൈക്കോളജിസ്റ്റും തെറാപ്പിസ്റ്റും പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ ചിന്തകളെ എഴുതുകയാണെങ്കിൽ ഒരു 90% നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതെയായി മാറുന്നു. അപ്പോൾ ചിന്തകൾ എഴുതുന്ന ജേർണലിംഗ് പ്രാക്ടീസ് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ലേബലിംഗ് യുവർ തോട്ട്സ് ആൻഡ് റൈറ്റ് ജേർണലായിട്ടൊരു പുസ്തകത്തിൽ നിങ്ങളുടെ ചിന്തകൾ എഴുതുക. അതല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകെ എന്താണ് നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എഴുതുക. അപ്പോൾ അതാണ് ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്. യഥാർത്ഥം ഞാൻ ആകുലപ്പെടുന്നത് അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ഡിപ്രസ്ഡ് ആകുകയോ ആങ്ഷ്യസ് ആകുകയോ സ്ട്രെസ് ആകുകയോ ചെയ്യുന്നതിൻ്റെ കാരണം മനസ്സിലാക്കാൻ ഈ എഴുത്ത് ആവശ്യമാണ്. ഈ ജേർണലിംഗ് നമുക്ക് നമ്മുടെ വേദനകളെയും ദുഃഖങ്ങളെയും ഒക്കെ എഴുതാം. ഒപ്പം തന്നെ നമ്മുടെ ചിന്തകളെയും എഴുതാം, ലേബൽ ചെയ്യാം, നോട്ട് ചെയ്യാം. അതുവഴി നാം പ്രസൻറ്റിലേക്ക് വരികയാണ്. ഞാൻ ചിന്തിക്കുന്ന ഇതാണ്, എൻ്റെ ചിന്തയെ ഞാൻ പുതിയ തലത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്ന്. ജഡ്ജ്മെൻ്റ് ഇല്ല. ഞാൻ ഒരിക്കലും എൻ്റെ ചിന്ത തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ചിന്ത ഇങ്ങനെ വരുന്നു. അക്സെപ്റ്റൻസ്. ആദ്യം പറഞ്ഞതുപോലെ മേഘങ്ങളിങ്ങനെ പറന്നു പോവുകയാണ്. അതിൻ്റെ സൈഡിലൂടെയും മുകളിലൂടെയും പറന്നു പോകുന്നുണ്ട്. പക്ഷേ എന്നെ അത് ഒട്ടും ബാധിക്കുന്നില്ല. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒന്നാണ് മെൻ്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മെൻ്റൽ പവർ. ഇതിന് പറയാറുണ്ട്, ഒരു മുളയോട് സങ്കല്പിക്കും മനസ്സിനെ. വലിയൊരു മുള, ചൈനീസ് ബാമ്പു, അത് താഴത്തിലേക്ക് വേരൂന്നി വളരെ വേഗത്തിൽ വളർന്നു വരുന്ന ഒരു മുളയാണ്. വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ ഈ മുള ഇങ്ങനെ വളയും, പക്ഷെ ഒരിക്കലും അത് ഒടിയില്ല.
അതുപോലെ തന്നെയാണ് പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റുകൾ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചാലും എത്രമാത്രം വളയാൻ സാധിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകുമായിരിക്കും. ശക്തമായ മരങ്ങൾ അല്ലെങ്കിൽ വലിയ ബലമുള്ള മരങ്ങളൊക്കെ കടപഴുകി വീഴുകയും ഒടിഞ്ഞു വീഴുകയും ചെയ്യും. പക്ഷേ ഈ മുള അതിൻ്റെ ആ കാറ്റിൻ്റെ ശക്തിയിൽ പതിയെ താഴ്ന്നു കൊടുക്കുകയും ആ കാറ്റ് കടന്നു പോവുകയും മുളയ്ക്കൊന്നും സംഭവിക്കാതെ പോകുന്നതുകൊണ്ട്. അപ്പോൾ ആഴത്തിൽ വേരൂന്നുകയാണ്. ഈ മൈൻഡ്ഫുൾനെസ്സിലൂടെ ആഴത്തിലേക്ക് തൻ്റെ മൂല്യങ്ങളും ഒപ്പം തന്നെ മൈൻഡിൻ്റെ ശക്തിയും കൂട്ടുകയും ഒപ്പം തന്നെ ലോകത്തിൻ്റെ പ്രതികൂലങ്ങൾ വരുമ്പോൾ അത് എന്നെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു കലക്ക വെള്ളം എടുക്കുക. കലക്ക വെള്ളം നാം ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും കലങ്ങി തന്നെ ഇരിക്കുകയുള്ളൂ. പക്ഷേ കലക്ക വെള്ളത്തെ ഒന്ന് ശാന്തമായി ഒന്ന് അനങ്ങാതെ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ആ അഴുക്കുകളെല്ലാം ആ ഗ്ലാസിൻ്റെ അടിയിൽ തട്ടി ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നീട് നമുക്ക് പ്യുവറായിട്ടുള്ള വാട്ടർ മേളിൽ കാണാൻ സാധിക്കും. ഇതിന് സ്റ്റിൽനെസ് എന്നാണ് പറയുന്നത് അല്ലേ? സ്റ്റിൽനെസ്. നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഡിസ്ട്രാക്ഷൻ ലോകത്തിൽ എങ്ങനെ സ്റ്റിൽനെസ് കൊണ്ടുവരിക? എപ്പോഴും വിളച്ചിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് എപ്പോഴും മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്ത് ഒരിക്കലും ഒരു കാം ആൻഡ് സ്റ്റിൽനെസ് ഉണ്ടാകുന്നില്ല. ഇതിനെ ന്യൂറോ സയൻസിൽ ആദ്യം ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെക്കുറിച്ച് പറഞ്ഞു. ന്യൂറോ സയൻസിൽ പറയുന്നത് ദ കാം ടീം ആൻഡ് ദ സ്ട്രെസ് ടീം എന്ന് പറയും. ഇപ്പോൾ കാം ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും ഒപ്പം തന്നെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ്. അപ്പോൾ അതാണ് ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഈ റെസ്പോൺസ് സ്പേസ് ഇട്ട ശേഷം എനിക്ക് ശരിക്കും സ്ട്രെസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് ക്ലാസിക്കലായിട്ട് പറയുന്നൊരു കാര്യമാണ്. നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ഓവർ തിങ്ക് ചെയ്യുന്നു. ഈ വിഷയം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിനാണ്. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാൻ സാധിക്കുമോ ചെയ്യുക. അപ്പോൾ ഈ അതിനെ പറയുന്നത് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയാറുണ്ട്. മൈൻഡ് മാപ്പിംഗ്, മനസ്സിൽ ചിന്ത എഴുതുക. ഓക്കെ, എനിക്ക് പരീക്ഷയെക്കുറിച്ച് സ്ട്രെസ്സാണ്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഞാൻ പഠിക്കണം, അതല്ലെങ്കിൽ ഞാൻ പഠിച്ചാലും ജയിക്കില്ല, തീർന്നു. അപ്പോൾ ഈ മൈൻഡ് മാപ്പ് എഴുതിക്കൂടെ നമുക്ക് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ, മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ സാധിക്കുമെന്നും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ സ്ട്രെസ് ടീം കാം ടീം എന്ന് പറയുന്നത് പാരാസിമ്പത്തറ്റിക് ഒപ്പം തന്നെ പ്രീഫ്രണ്ടൽ കോർട്ടക്സും ചേർന്ന് പ്രവർത്തിച്ച് അത് കാം ആൻഡ് ക്വയറ്റായി സമയം കൊടുത്തുകൊണ്ട് ചിന്തിക്കുകയാണ്. ഞാൻ ശരിക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ടെൻഷൻ അടിച്ചാൽ, സ്ട്രെസ് അടിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്ക് രോഗങ്ങൾ വരും, എനിക്ക് ശ്വാസകോശ പ്രശ്നം ഉണ്ടാകും, എനിക്ക് ഫൈബ്രോമയോളജി വരും, ഹാർട്ട് ഡിസീസ് ഉണ്ടാകും, ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഉണ്ടാകും, എൻ്റെ പ്രായം പെട്ടെന്ന് കൂടും, ഞാൻ നരയ്ക്കും, എൻ്റെ മുഖത്ത് ചുളിവുകൾ വരും, എനിക്ക് ശ്വാസം മുട്ടുണ്ടാകും, എനിക്ക് പല പല രോഗങ്ങൾ വരും. അതെയോ ഞാൻ കുറച്ചുകൂടി ശാന്തമായി ചിന്തിച്ച ശേഷം എനിക്കിതൊന്നും ഇത്രയും സ്ട്രെസ് അടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതാണ് പാരാസിമ്പത്തറ്റിക് ആൻഡ് പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ടീം. പക്ഷേ 99% ആളുകളും മറ്റേ സ്ട്രെസ് ടീമിലാണ്. അമിഗ്ഡല പ്ലസ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമോഷണൽ ആകുകയാണ്. അയ്യോ, ഈ പ്രശ്നം എൻ്റെ കടം കൂടുന്നു, കടം കൂടിയാൽ എൻ്റെ വീട് ജപ്തി ചെയ്യും, എൻ്റെ ജോലി പോകും, എൻ്റെ ഭാര്യ ഭർത്താവ് ഇട്ടിട്ട് പോകും, എൻ്റെ മക്കൾ വഴിയാധാരമാകും, എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ജോലി ചെയ്ത് പറഞ്ഞു വിടും. മൊത്തം ഒരു ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മോഡ് ശരീരത്തിലുണ്ടാക്കുകയാണ്. അപ്പോൾ ഈ രോഗങ്ങൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്ന സ്ട്രെസ്സിനെ മാറ്റാൻ മൈൻഡ്ഫുൾനെസ് ജാതിമത ഭേദമന്യേ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മൈൻഡ്ഫുൾനെസ്സിനെ എൻജോയ് ചെയ്യാൻ കാരണം, എന്നെ സംബന്ധിച്ച് പരാജയങ്ങളെ മറികടക്കാനുള്ള ശക്തി നൽകിയത് മൈൻഡ്ഫുൾനെസ്സാണ്. പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയിലെ പരാജയം മാത്രമല്ല, ജീവിതത്തിലെ വലിയ പരാജയങ്ങൾ. ആദ്യം പറഞ്ഞ ആ മുള കൊടുങ്കാറ്റടിക്കുമ്പോൾ എങ്ങനെ തിരിച്ച് ഉയർന്നു വരുന്നുവോ അതുപോലെ തിരിച്ചു വരാൻ സഹായിക്കുന്ന ഒന്നാണ് മൈൻഡ്ഫുൾനെസ്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചാലോ? പരാജയത്തെ എങ്ങനെ മൈൻഡ്ഫുൾനെസ് കൊണ്ട് നേരിടാം? പരാജയം നമുക്ക് ഓരോന്നുണ്ടാവുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വരും. ഏതായാലും പരാജയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് വീണ്ടും പ്രവർത്തനത്തിന് ഉള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ടാകും. കാരണം എപ്പോഴും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമല്ലോ. വി ഹാവ് ടു സർവൈവ്, യു ഹാവ് ടു ഡു വാട്ട് യു ക്യാൻ ഡു നൗ, ദാറ്റ് യു ഡു. അങ്ങനെ ചെയ്യാനുള്ളൊരു ഇത്. എല്ലാം തകർന്നു കഴിഞ്ഞാലും വീണ്ടും ഒരു ചെറിയ കച്ചവടമായിട്ട് നടക്കുന്ന ആളുകളെ പോലെ ഇതെല്ലാം ആത്യന്തികമായിട്ട് ഒരു നിമിഷത്തെ ശ്വാസം തീരുമ്പോൾ പോകുന്നതാണല്ലോ മനുഷ്യജന്മം. അപ്പം ഇതിനെപ്പറ്റി അത്ര ഭയങ്കരമായിട്ടൊന്നും നമ്മളൊന്ന് ചിന്തയോടുകൂടിയായിരിക്കും നമ്മൾ ജീവിക്കേണ്ടത്. അതെ. ഈ ഇംപെർമനൻസിനെ പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ്. ബുദ്ധൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധനെ ഒരു
റിലീജിയസ് ആയിട്ടുള്ള ആളായിരുന്നില്ലല്ലോ. ഹി വാസ് നോട്ട് അക്സെപ്റ്റിങ് എനി ഡേറ്റി. ഒരു പ്രാർത്ഥനയില്ലല്ലോ. ബുദ്ധന്മാർ അവർ വേറൊന്നുമില്ലല്ലോ. മനസ്സ് ശരീരം എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻ മാത്രമേ അദ്ദേഹം അംഗീകരിച്ചുള്ളൂ. ഈവൻ കോൺഷ്യസിനെ പറ്റി പോലും മറ്റ് പല ഇതുള്ള ബുദ്ധനൊന്നും പറഞ്ഞിട്ടില്ല. മൈൻഡ് ബോഡി. പക്ഷേ ഈ പറയുന്ന ഇമ്പർമനൻസ് ഇതൊന്നും നിലനിൽക്കുന്നതല്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു കാലത്ത് ഉദ്യോഗസ്ഥനായിട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥനാണെന്ന് വല്ലയിടത്തും പറയാൻ പറ്റുമോ? അല്ല. ഇല്ല. വേറെ സ്റ്റേജ്. പണ്ട് നമ്മളൊരു കുട്ടിയായിരുന്നു, സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു. അച്ഛനോട് കാശ് ചോദിച്ച് അമ്മയോട് കാശ് കിട്ടും. ഇപ്പോൾ അച്ഛനെവിടെ? അച്ഛനൊക്കെ മറഞ്ഞു പോയില്ലേ? ഒന്നുമില്ലല്ലോ ഇവിടെ. എന്നും സ്ഥിരമായി നിൽക്കുന്ന ഒന്നുമില്ല. അപ്പോൾ അതുപോലെ പരാജയവും വിജയത്തെ അങ്ങനെ തന്നെ കണക്കാക്കിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്.